This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. LDF നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 1 കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 16 പാലക്കാട് ജില്ലയിൽ തരൂരിൽ സമാപിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനോടൊപ്പം വടക്കൻ മധ്യ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ഇത്തരമൊരു പരിപാടി LDF 3 ജാഥകൾ എന്ന നിലക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ 2 ജാഥകൾ തുടങ്ങി കഴിഞ്ഞു. ഒന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ. ആ ജാഥ പാലക്കാടാണ് അവസാനിക്കുക. മറ്റൊരു ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് പര്യടനം നടന്നത്. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ ജാഥ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത്. ഈ 16 ജില്ലകളിലും LDFന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങൾ എന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എല്ലാവരും മുൻകൈയെടുക്കുന്നത്. ചില ഘട്ടങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്ന സമീപനം വരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തേണ്ടതായിരിക്കും. ഇതാണ് സാധാരണ പാർലമെന്ററി ജനാധിപത്യത്തിൽ നടന്നു വരാറുള്ളത്. പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന 2 ഘട്ടം. ഒന്ന് നയപ്രഖ്യാപനത്തെ കുറിച്ചുള്ള ചർച്ച, മറ്റൊന്ന് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച. ഈ ചർച്ചയിലെല്ലാം വലിയ തോതിൽ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ബ്രിട്ടീഷുകാർ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കുകയും അതിന് ഓരോ പ്രദേശത്തെയും ഭൂസ്വാമിമാരെയും ജന്മിമാരെയും എല്ലാം കൂട്ടുപിടിച്ച് സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുകയും ചെയ്ത അവസ്ഥയായിരുന്നില്ലേ? വലിയ സമരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉദ്ദേശിച്ച രീതിയിൽ കൊടും പട്ടിണി മാറ്റി, ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ മാറ്റി സ്വതന്ത്ര ഇന്ത്യയിലെ മനുഷ്യരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇടപെടാൻ കോൺഗ്രസിനും BJPക്കും കഴിഞ്ഞു. ആ അന്തരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമമല്ലേ ഇവർ നടത്തിയത്? എന്നാൽ കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യ വികസന ശേഷിയിൽ ഒന്നാമതാണ് കേരളം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മനുഷ്യ വികസന ശേഷിയുടെ സൂചകങ്ങൾ കണക്കാക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ്?
ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ? ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.